അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമളാനിൽ നാം സാധാരണ ചൊല്ലുന്ന ദിക്റാണ് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആദ്യത്തെ പത്തിലും നടുവിലെ പത്തിലും അവസാനത്തെ പത്തിലും നമ്മളിങ്ങ് ചൊല്ലിപ്പോരുന്നൊരു ദിക്ർ. പുത്തനവാദികൾ വലിയ പോയിൻ്റായിട്ട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദിക്ർ ചൊല്ലുന്ന നമുക്കെതിരെ. ഏതെങ്കിലും ഹദീസ് കൊണ്ട് അങ്ങനെ ദിക്ർ ചൊല്ലണമെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ചോദ്യം കേട്ടാൽ തോന്നിപ്പോകും ഹദീസ് കൊണ്ട് തെളിഞ്ഞു എന്ന് അഹ്ലുസുന്ന പറയാറുണ്ട് എന്ന്. റമളാനിൻ്റെ ആദ്യത്തെ പത്തിൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലുന്നത്, നടുവിലെ പത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലുന്നത്, അവസാനത്തെ പത്തിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലുന്നത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ തെളിഞ്ഞ ദിക്റാണെന്ന് അഹ്ലുസുന്ന ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ മുൻഗാമികളാകുന്ന ഉസ്താദുമാർ നമുക്ക് ചൊല്ലി പഠിപ്പിച്ചു തന്ന ദിക്ർ, റമളാൻ മാസം നല്ലൊരു മാസം, കുറേ ദിക്ർ ചൊല്ലട്ടെ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി, അല്ലാതെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ തെളിഞ്ഞതാണ് ആരാണ് അത് പറയാറുള്ളത്? വലിയ വെല്ലുവിളി നടത്താൻ വേണ്ടി. ഹദീസിൻ്റെ വാക്യം കൊണ്ട് തെളിഞ്ഞതെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും റമളാനെ 3 പത്തുകൾ ഇങ്ങനെ ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ദിക്ർ ചൊല്ലിയാൽ ഒരു വിരോധവുമില്ല എന്ന് ഈ വെല്ലുവിളിച്ച പുത്തനവാദി തന്നെ പറയുന്നല്ലോ. നല്ല ദിക്റൊക്കെ ചൊല്ലാൻ പറ്റും, ആ നിലയ്ക്ക് ഞങ്ങൾ ചൊല്ലുന്നുള്ളൂ. റമളാൻ മാസം ചൊല്ലാൻ പറ്റും, അല്ലാത്ത മാസം ചൊല്ലാൻ പറ്റും. റമളാൻ മാസം മാത്രം സുന്നത്തുള്ള ദിക്ർ എന്ന് അഹ്ലുസുന്ന പറയുന്നില്ല. ആ ദിക്ർ എന്നും ചൊല്ലാൻ പറ്റും, എന്നും ചൊല്ലിയാൽ കൂലി കിട്ടും. റമളാൻ മാസം നമ്മൾ ചൊല്ലുന്നുണ്ട്, സവാബ് കിട്ടും. അല്ലാതെ അന്നത്തേക്ക് മാത്രം സ്പെഷ്യൽ എന്ന് നമ്മൾ പറയാറില്ല. ഹദീസ് കൊണ്ട് തെളിഞ്ഞതാണെന്ന് പറയാറില്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോട് തെളിഞ്ഞതെന്ന് പറയാറില്ല. ആ ദിക്ർ ചൊല്ലാനും ആഖിറത്ത് കൂലി കിട്ടാനും അത് നല്ലൊരു വാക്കായാൽ മതി. കൂലി കിട്ടുന്ന ഒരു വാക്കാവുമ്പോൾ ദിക്റായി. അല്ലാതെ ഹദീസ് വന്നത് മാത്രമേ ചൊല്ലാൻ പറ്റൂ എന്ന് വഹാബികൾക്ക് വാദമുണ്ടെങ്കിൽ അത് തെളിവ് തിരിക്കണം. അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. അപ്പോൾ എന്തൊക്കെയോ വെറുതെ ഓരോന്നിങ്ങനെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ജനങ്ങൾ ചെയ്യുന്ന നന്മകൾ, ഖൈറുകൾ മുടക്കാൻ വേണ്ടി ഓരോ വെല്ലുവിളികൾ. അഹ്ലുസുന്ന ഈ കാര്യത്തിൽ എന്ന് മാത്രമല്ല, ബിദഅകളുടെ തട്ടിപ്പുകളും അവരുടെ എല്ലാ കുതന്ത്രങ്ങളും മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പറയാനുള്ളത്, നമ്മൾ ഇത്തരം മഹത്വമേറിയ ദിക്റുകൾ കുറേ വർദ്ധിപ്പിക്കുക. അതൊക്കെ ഹസനാത്ത്, നന്മയുടെ തട്ട് ഭാരമാവാൻ കാരണമാകും. അല്ലാഹു നമ്മെ വിജയികൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് തവണ ദിക്ർ ചൊല്ലി റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.